ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശം, നികുതി വർധന എന്നിവയ്ക്കെതിരെ കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോതമംഗലം വില്ലേജ് ഓഫീസിനു മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ. ജോസഫ് വാഴക്കൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ കോതമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോതമംഗലം മണ്ഡലം ഈസ്റ്റ്, വെസ്റ്റ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും വില്ലേജ് ഓഫീസുകളുടെ മുൻപിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള അതിശക്തമായ ധർണാ സമരങ്ങൾ നടക്കുകയാണ്. ഇവിടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 10 വില്ലേജുകളുടെ മുൻപിലും ഈ സമയത്ത് ഇതുപോലെയുള്ള ധർണകൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മേൽ അധിക ഭാരം ചുമത്തുവാനുള്ള നികുതി നിർദ്ദേശങ്ങൾ ഈ ഗവൺമെന്റിന്റെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെതിരെ വലിയ വികാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ളത്. കാരണം കേരളത്തിലെ ജനജീവിതം ഏറ്റവും ദുസ്സഹമായിരിക്കുന്ന, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വില. കർഷകനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യത്തിനും, ഒരു സാധനത്തിനും ന്യായമായ വില കിട്ടുന്നില്ല. ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലയിലും സമൂഹത്തിന്റെ, ജനജീവിതത്തിന്റെ സമസ്ത മേഖലയും സ്വാധീനിക്കുന്ന രീതിയിൽ വളരെ വലിയ നികുതി നിർദ്ദേശങ്ങളും വലിയ കൊള്ളയുമാണ് നടക്കുന്നത്. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PR അജി അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. KP ബാബു, എബി എബ്രഹാം, AG അനൂപ്, സിജു എബ്രഹാം, PC ജോർജ്, അനൂപിട്ടൻ, എൽദോസ് M ദാനിയേൽ, CD മുഹമ്മദ്, നോബൽ ജോസഫ്, സത്താർ വട്ടക്കുടി, വിൽസൺ പിണ്ടിമന, MV റെജി, ബാബു പോൾ, മുഹമ്മദ് റഫീഖ്, അനിൽ രാമൻ നായർ, നോബു മാത്യു, വത്സ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ സിസ്റ്റി, കോതമംഗലം.